ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ അറിയാലോ ഭയങ്കര ലേസി ഡേ ആയിരിക്കും. 2 മാസത്തെ സ്കൂളിലത്തെ ലീവിന് ശേഷം ഇന്ന് പോവാണ്. ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ. ഈ പോക്കിലെങ്കിലും ചുമയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായാൽ മതിയായിരുന്നു. എത്ര ദിവസമായി എത്ര കാലായി എന്നറിയോ. ഹോസ്പിറ്റലിലെത്തി ഗൈസ്, ഹോസ്പിറ്റലിലെത്തി. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് 4 മണിയാകുമ്പോഴേക്ക് കുട്ടീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പോകണം. വാവുകുട്ടി ഓ ക്ലാസ്സിൽ ടി വി കണ്ടിരിക്കുന്നു. ക്ലാസ്സിൽ ടി വി ഉണ്ടായിരുന്നു. തടാ ടി വി ഉണ്ടോ? അത് ആട്ടാണ്. വാ, ഞങ്ങളൊരു തലപ്പാക്കട്ടി ബിരിയാണി ഫിഷ് ഫിംഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫിഷ് ഫിംഗർ അവിടെ നൂഡിൽസ് അവിടെ പ്ലേറ്റിൽ നിന്ന് വിളമ്പിക്കോളൂ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് രാവിലത്തെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്താണെന്നറിയോ? വാവക്കുട്ടീനെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്ന പരിപാടിയാണ്. കാരണം ഫസ്റ്റ് ദിവസമാണ്, ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ അറിയാലോ ഭയങ്കര ലേസി ഡേ ആയിരിക്കും. 2 മാസത്തെ സ്കൂളിലത്തെ ലീവിന് ശേഷം ഇന്ന് പോവാണ്. അതിൻ്റെ അങ്കാണ് ഇവിടെ നടക്കണത്. വാവക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ഇതാ താഴത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയിട്ട് ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക് പോകണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഉറക്കം വരുന്നുണ്ടോ? ഒച്ചടോ ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ. നേരത്തെ കിടന്ന് ഉറങ്ങണട്ടാ ഇനി അമ്മോ, ഇല്ലെങ്കിൽ ഈ പ്രശ്നം ഭയങ്കര ഇതാവും. ഈ കുടീനെ ഉറക്കം മാറിയിട്ടില്ല, ഇപ്പോൾ ഉറക്കക്ഷീണാണ്. എന്താണ് അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് വരൂ സ്കൂളില്. അപ്പോഴേക്ക് ഞാൻ കുളിച്ച് ഒരുങ്ങി നിക്കാം. പോയി വരുമ്പോഴേക്ക് അത്ര മതി സമയം. ഓക്കെ കേട്ടോ. വാവക്കുട്ടിക്ക് ഇതാ അമ്മ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇഡ്ഡലി, പാല്, സാമ്പാറ്, ചമ്മന്തിപ്പൊടി അല്ലേ. ഫസ്റ്റ് ദിവസം അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്, വേറെ ഒന്നുമില്ല. നാളേക്ക് ലെവലാവും. മറ്റേത് ഉള്ളൊന്നും വേവൂലായിരുന്നല്ലോ. നമുക്ക് 8:30 എത്തണേ. കണ്ടോ അപ്പം നോക്കിയേ, 8:05 ആയി ഇപ്പൊ തന്നെ. അതാ 8:30 അവിടെ സ്കൂളിൽ എത്തണേ. വേഗം കഴിക്കും 10 മണിയെ. ഇനിയിപ്പോ വാവക്കുട്ടിനെ കൊണ്ടാക്കി വന്നതിന് ശേഷം വേണം നമുക്ക് അമ്മൂനെയും കൊണ്ട് പോകാം. അതിന് വേണ്ടി ഇത് അവിടെ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചുവന്ന കവറിൽ. അപ്പോൾ നമുക്കത് റെഡിയാക്കിയതിന് ശേഷം നേരെ പോകണം. ക്യാൻറ്റീനിലത്തെ ഫുഡ് പോരാ, ക്വാളിറ്റി ഇത്തിരി പോരാ. അപ്പോൾ നമ്മളിവിടുന്ന് കൊണ്ടുപോകാമെന്ന് വെച്ചു. അമ്മൂൻ്റെ പഴയ ചുമ ഉണ്ടല്ലോ, അതിൻ്റെ റിവ്യൂ ആണ്. ഇപ്പോഴും ഇന്നലെ രാത്രി ഇരുന്ന് കുറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വാവക്കുട്ടി ഇതാ സ്കൂളിൽ പോകാൻ റെഡിയായി. ഞാൻ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരും. അതിന് ശേഷം അമ്മൂനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. ഇതാണ് ഇപ്പോഴത്തെ പ്ലാന്. ഈ പോക്കിലെങ്കിലും ചുമയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായാൽ മതിയായിരുന്നു. എത്ര ദിവസമായി എത്ര കാലമായി എന്നറിയോ ഈ ചുമ തുടങ്ങിയിട്ട്? 2.5 മാസമായി. 2.5 മതിയോ, 3 മാസം എങ്ങാണ്ട് ആവാറായിട്ടുണ്ട്. ഫസ്റ്റ് ഡേ അല്ലേ, വാവക്കുട്ടിക്ക് സ്കൂളിൽ പോകാൻ ഒരു താല്പര്യമില്ല. മുന്തി തള്ളി പറഞ്ഞയച്ച പോലെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലെത്തി ഗൈസ്, ഹോസ്പിറ്റലിലെത്തി. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് 4 മണിയാകുമ്പോഴേക്ക് കുട്ടീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പോകണം. ഈ ജെർക്കിന് മാറ്റണം, ഭയങ്കര ചൂടാണ്. ഇത് ചൂടിന് ഇടാനുള്ളതാണ്. അപ്പം നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് പെട്ടെന്ന് പോകണം, കുട്ടീനെ കൂട്ടിക്കൊണ്ട് വരണം സ്കൂളിൽ നിന്ന്. അമ്മൂന് വിശക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് വടയോ പപ്സോ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. മൊബൈലിൻ്റെ ചാർജർ എടുത്ത് കൊണ്ടുവന്നത് നന്നായി. നേരെ കുത്തിയിട്ട് ചാർജ് ചെയ്യാമല്ലോ. വൈകുന്നേരം ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്ക്, അപ്പോഴേക്കും എന്തായാലും ചാർജ് ഇല്ലാണ്ടാവും, കാലിയാവും. പിന്നെ വ്ളോഗിങ് നടക്കൂലല്ലോ. ഹോസ്പിറ്റലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ച് പോവുകയാണ്. വാവക്കുട്ടീനെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് കൊണ്ടുവരണം, നേരെ വീട്ടിൽ പോകണം. അതിൻ്റെ ഇടയിൽ വാവക്കുട്ടിക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ് കൊടുക്കണമെന്നുണ്ട്. കുറേ ദിവസത്തിന് ശേഷം വീട്ടിൽ വന്നതല്ലേ. മെഡിക്കൽ റിപ്പോർട്ടെല്ലാം ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല, ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ആ ഒരു ടെൻഷനായിരുന്നു. കാരണം റിവ്യൂ ഓരോ വട്ടം വരുമ്പോഴും നമ്മളിങ്ങനെ ലാബ് റിപ്പോർട്ട് എടുത്ത് ചെക്ക് ചെയ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നെഞ്ചിൽ കഫമുണ്ടോ, ഒന്നുമില്ല. എന്നാലും ഇന്നലെ രാത്രി കുറച്ചിരുന്നു, അതാ പിന്നെ വന്നത്. ഓ ക്ലാസ്സിൽ ടി വി കണ്ടിരിക്കുന്നു. ക്ലാസ്സിൽ ടി വി ഉണ്ടായിരുന്നു. തടാ ടി വി ഉണ്ടോ? മോളില് കൊണ്ടുപോയാ അവിടെ ടി വി ഉണ്ടാവും. നേരം പോക്കായിരുന്നുല്ലേ ചുരുക്കി പറഞ്ഞ. സ്കൂൾ ടി വി കണ്ടിരിക്കല്ലേ സ്കൂളിൽ വന്നാലും. ഇപ്പൊ സുഖാണല്ലോ അല്ലേ? ഹലോ ഹലോ ഹലോ. അതവിടെ ഉള്ളിലുണ്ടാവുമല്ലോ.
അത് ആട്ടാണ്. വാ, മാവാട്ടണതാ, വേറെ ഒന്നുമല്ല. വാ. ബിരിയാണി ഉണ്ട്, ഗീ റൈസ്, തലപ്പാക്കട്ടി. ഞങ്ങളൊരു തലപ്പാക്കട്ടി ബിരിയാണി ഫിഷ് ഫിംഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫിഷ് ഫിംഗർ അവിടെ നൂഡിൽസ് അവിടെ പ്ലേറ്റിൽ നിന്ന് വിളമ്പിക്കോളൂ. ഇതാ ഈ മീമി കഴിക്കണം കേട്ടോ. ഇത് വാവയ്ക്കുള്ള മീമി കേട്ടോ. അങ്ങനെ 6:30 ആവാറായപ്പോൾ ഇതാ വാവക്കുട്ടി അമ്മു എല്ലാവരും വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വാവ കഴിച്ചില്ലേ? ഫുഡൊക്കെ കഴിച്ചില്ലേ? ഇഷ്ടമായോ? സന്തോഷമായോ? പിന്നെ പോയിട്ട് വഴിക്ക് വാവയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മാങ്ങ മേടിച്ചു, പഴം മേടിച്ചു, വാവക്കുട്ടിക്ക് പാലും മേടിച്ചു. ശ്വാസം മുട്ടാച്ചീന് ചൂട് കൂടിയിട്ട് ഒരു ഭാഗത്ത് വണ്ടി നിർത്തിച്ചു. അത് വെയില്, അങ്ങനത്തെ വെയിലാ. ഈ എന്താ പറയാ, വയസ്സായ ആൾക്കാരൊന്നും ആ ഭാഗത്തേക്ക് പോകാനേ പറ്റില്ല, ബോധം കെട്ട് വീഴും. അതുപോലെ ഒരു വെയിലാ. ക്ലാസ്സിൽ ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പഠിപ്പൊന്നും ഉണ്ടായതേ ക്ലാസ്സിൽ ടി വി പിന്നെന്താ സൗകര്യമായിട്ട് ഇരിക്കുകയാണ്. ക്ലാസ്സിലല്ല, മോളത്തെ ക്ലാസ്സിലോ എന്റർടൈനിങ് ആണ് പ്രോഗ്രാം. കുട്ടികളൊക്കെ എത്തിച്ച് പാർട്ടിസിപ്പേഷൻ നടക്കും, പ്രോഗ്രാംസ് നടക്കും. അന്ന് നമ്മൾ പോയില്ലേ അവളുടെ കോൺവെക്കേഷൻ വാങ്ങിക്കാൻ, അവിടെ ടി വി ഒക്കെ സെറ്റപ്പ് ഉണ്ട്. ഭയങ്കര അണ്ടർ വെയ്റ്റഡ് ആവുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഡോക്ടർ എഴുതി തന്നതാണ്. ഇത് കൊടുത്തുകൊണ്ടിരിക്കുക. അതിനകത്താണെങ്കിൽ ഒരുപാട് ന്യൂട്രീഷൻ സംഗതികളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ട് കാണാനുണ്ട്. അപ്പോൾ ഇത് ഹെൽത്തി ആണെന്നാണ് പറയണത്. കുറച്ച് വെയിറ്റ് ഒക്കെ വെക്കാനും അത്യാവശ്യം വൈറ്റമിനും കാര്യങ്ങളൊക്കെ അതിന് കിട്ടും. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. മണി 9 കഴിഞ്ഞു. ഇനി എപ്പോഴാ കിടക്കുക? 9 മണി കഴിഞ്ഞു. അയാൾ 9:30 ആകുമ്പോഴേക്കേ എത്തുള്ളൂ. എന്നിട്ട് എപ്പോഴാ ഞങ്ങളുടെ എത്തുക? ആവുമ്പോഴേക്കൊരു നേരമാവും. 10 മണി 11 മണി ആവുമോ? അതിൻ്റെ ഉള്ളിലെത്തും. 19ാമത്തെ ടോക്കണാണ് എനിക്ക്. ഞാൻ അന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയില്ലേ, അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അന്ന് പോയല്ലോ, ഷുഗറിൻ്റെ ഒക്കെ. ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇനി കൊണ്ടുപോയിട്ട് കാണിച്ചു നോക്കട്ടെ എന്തായി നമ്മുടെ റിപ്പോർട്ടിൻ്റെ അവസ്ഥ എന്താണ്. ഒന്ന് കൺസൾട്ട് ചെയ്യണത് നല്ലതല്ലേ. ഹോസ്പിറ്റലിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇനി തിരിച്ചു പോവുകയാണ്. ടെൻഷൻ അടിക്കാനൊന്നുമില്ല, എല്ലാം നോർമലാണ്, എല്ലാം ഓക്കെയാണ്. ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളുണ്ടെങ്കിൽ അറിയാമല്ലോ. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോട്ടെ. ഇപ്പം തന്നെ ഏകദേശം 11:30 മണിയായിട്ടുണ്ട്. 12 മണിയാവാറായി. ഇപ്പോഴാണ് വീട്ടിലേക്ക് വന്ന് കയറണത്. പിന്നെ ഇനിയൊന്നും പറയാനില്ല, വയ്യാണ്ടായി. രാവിലെ തൊട്ട് കുട്ടിയുടെ പിന്നാലെ സ്കൂളിലേക്ക് പോയി, അത് കഴിഞ്ഞ ശേഷം അമ്മുവിൻ്റെ പിന്നാലെ ഹോസ്പിറ്റലിൽ പോയി, ഇപ്പോൾ ഇത് എൻ്റെ ആവശ്യത്തിനായിട്ട് ഹോസ്പിറ്റലിൽ പോയി. എല്ലാം കഴിഞ്ഞ് നട്ടപ്പാതിരായി ഇന്ന് വീട്ടിൽ കയറുമ്പോൾ ഫുള്ള് ഓടടാ ഓട്ടം. കമ്പ്യൂട്ടറും ഇരുന്നിട്ട് തന്നെ ഇല്ല. ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണം. ഇന്ന് വയ്യ, ഇനി നാളെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്തായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.